ഹായ് മുത്തുമണീസ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ദുബൈയിലെ ലാമർ ബീച്ചിലാണ്. അപ്പോൾ ദുബൈയിൽ ബഡ്ജറ്റ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണിത്. അൽഗുബൈബ ബസ് സ്റ്റേഷനിൽ നിന്ന് 9-ാം നമ്പർ ബസ്സിൽ കയറിയാൽ വെറും 20 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിച്ചേരാം. ബസ് മാർഗം ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ സെഞ്ചുറി പ്ലാസ എന്ന ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. അവിടെ ഇറങ്ങി ഏകദേശം 5 മിനിറ്റ് നടക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ എൻട്രൻസ്. നമ്മൾ ദുബൈയിൽ മുമ്പ് കണ്ട ബീച്ചുകളിൽ നിന്ന് ടോട്ടലി വളരെ ഡിഫറെൻ്റ് ആയ ഒരു ബീച്ചാണിത്. അങ്ങനെ എൻട്രൻസ് ഒക്കെ കടന്ന് ഇനി നമുക്ക് നേരെ മുമ്പോട്ടാണ് പോകേണ്ടത്. മുമ്പോട്ട് കുറച്ച് നടന്നപ്പോൾ അവിടെ ഒരു ബാരിക്കേഡൊക്കെ കണ്ടു. അവിടെ വരുന്ന പുതിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി അങ്ങോട്ടുള്ള പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് ബീച്ചിലേക്കാണ്. റൈറ്റ് സൈഡിലാണ് ഇവിടെ ബീച്ചുള്ളത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയതറിഞ്ഞില്ല. ദൂരെ ദിക്കിൽ നിന്ന് തന്നെ ആ ബീച്ചിന്റെ മനോഹരമായ കാഴ്ച കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു കുഞ്ഞു മഞ്ഞുകൂടിന്റെ മാതൃകയിൽ നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ഇവിടെ കാണാം. അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഇവിടെ മരത്തിൽ തീർത്ത ഒരു കപ്പൽ മാതൃക നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൻ്റെ പെർഫെക്ഷനൊക്കെ ഒന്ന് എടുത്തു പറയേണ്ടതാണ്. ഫോട്ടോഷൂട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒന്നും ചിന്തിക്കണ്ട, നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും വളരെ മനോഹരമായ കാഴ്ചകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് നല്ല ഫോട്ടോയൊക്കെ എടുത്ത് മടങ്ങാവുന്നതാണ്. ഏകദേശം 3 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യാനുള്ള വളരെ വിശാലമായ ഒരു ഏരിയയാണ് ഇവിടെ ഉള്ളത്. ബീച്ചിനോട് ചേർന്ന് ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് ഇവിടെ. ഓരോ ബിൽഡിങ്സും വളരെ ഡിഫറെൻ്റായ ബിൽഡിംഗാണ്. ഈ കാണുന്നത് ഇവിടെ വരുന്ന പുതിയ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നിർമ്മിച്ച ബിൽഡിങ്ങുകളാണ്. ഫാമിലീസിനും അതുപോലെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബീച്ചാണിത്. ക്യാമാൻ കോയറ്റ് ആയ ബീച്ചായതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നത്. നിങ്ങൾ ആരെങ്കിലും ലാമർ ബീച്ച് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈം തിരഞ്ഞെടുക്കുന്നതാണ് ബെറ്റർ. ഇവിടെ നിന്നുള്ള ആ മനോഹരമായ സൂര്യാസ്തമയം കണ്ട് നൈറ്റ് വൈബും ആസ്വദിച്ച് നിറഞ്ഞ മനസ്സോടു കൂടി നമുക്ക് ഇവിടെ നിന്ന് മടങ്ങാവുന്നതാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബീച്ചാണ് ലാമർ ബീച്ച്. ഇവിടുത്തെ ആംബിയൻസ് ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ്.
ഇവിടെ ഓരോ മാസവും ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പുതുമകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇവിടെ ബീച്ചിനോട് ചേർന്ന് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഇവിടെ കാണാൻ കഴിഞ്ഞു. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ടി അവ ഇപ്പോഴും ഇവിടെ സംരക്ഷിച്ചു പോകുന്നു. ഇവിടുത്തെ കടൽ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒന്ന് എടുത്തു പറയേണ്ട ഒന്നാണ്. അത്രയും ക്രിസ്റ്റൽ ക്ലിയറായ വാട്ടറാണ് ഇവിടുത്തെ കടലിലുള്ളത്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.